പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തെ ചിക്കൻ ബിരിയാണി സൽക്കാര വിഷയത്തിൽ ഹർജിയിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായ ACPയെ ഹൈക്കോടതി കക്ഷി ചേർത്തു. ഹർജിക്കാരന്റെ കക്ഷി ചേരൽ അപേക്ഷ അനുവദിച്ചാണ് നടപടി. ഹർജി ഹൈക്കോടതി അടുത്ത മാസത്തേക്ക് മാറ്റി. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഒരു വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ ഏത് തരത്തിലാണ്? കഴിഞ്ഞ 5-ാം തീയതിയാണ് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ചിക്കൻ ബിരിയാണി സൽക്കാരം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സഹപ്രവർത്തകന്റെ മകൾ ഗവൺമെന്റ് ജോലി കിട്ടിയതിന്റെ സന്തോഷ പ്രകടനമായിട്ടായിരുന്നു ഈ സൽക്കാരം നടത്തിയത്. ഇതിൽ ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചില ഭക്തർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് ഇന്ന് ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിട്ടുള്ള ACPയെ ഹൈക്കോടതി കക്ഷി ചേർത്തത്. കക്ഷി ചേരൽ അപേക്ഷ ഹർജിക്കാർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. എന്തായാലും വിശദമായിട്ട് തന്നെ ഈ ഹർജി വാദം കേൾക്കാനായിട്ട് അടുത്ത മാസത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ വിഷയത്തിൽ എതിർകക്ഷികളായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവരോട് വിശദീകരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ സാവകാശം മറുപടി നൽകാനായിട്ട് കൂടുതൽ സമയം വേണമെന്നുള്ളൊരു നിലപാടാണ് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത മാസത്തേക്ക് ഈ ഹർജി വിശദവാദത്തിന് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഉന്നയിച്ചിരിക്കുന്ന വാദഗതികൾ എന്ന് പറയുന്നത് ക്ഷേത്ര പരിസരം, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സൽക്കാരം നടത്തുവാൻ സാധിക്കില്ല. അത് ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ഭക്തർ നൽകിയിട്ടുള്ള ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇക്കാര്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ, അതോടൊപ്പം തന്നെ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇവരുടെ അടക്കം മറുപടി ലഭിച്ച ശേഷമായിരിക്കും വിശദമായിട്ട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി നടപടി സ്വീകരിക്കുക. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി എടുത്തു ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഈ ഏത് സൽക്കാരവും എന്തുമാകട്ടെ ഏത് സൽക്കാരം നടത്തുവാനായിട്ടുള്ള ഇടമാണോ ക്ഷേത്ര പരിസരം, അത്തരത്തിൽ അത് അനുവദിക്കാൻ പറ്റുന്നതാണോ? ഒരു സെക്യൂരിറ്റി മേഖല, അതായത് അതീവ സുരക്ഷാ മേഖലയാണ് ഇത്തരം ഒരു പ്രദേശം എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്തായാലും എതിർകക്ഷികളുടെ വിശദമായിട്ടുള്ള മറുപടിക്ക് വേണ്ടിയിട്ടാണ് അടുത്ത മാസത്തേക്ക് ഈ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മാറ്റിയിരിക്കുന്നത്. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.